കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും തുടർന്ന സംസ്ഥാന സർക്കാർ അടുത്ത മാസം നടക്കുന്ന ലോക കേരള സഭയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് അധികമായി 2 കോടി രൂപ കൂടി. എത്തുന്നവരുടെ താമസ സൗകര്യത്തിനായി അനുവദിച്ചത് 25 ലക്ഷം രൂപ, ഭക്ഷണ ചെലവിനായി 10 ലക്ഷം രൂപ വേറെയും, വിമാന ടിക്കറ്റിനായി നിലവിൽ അനുവദിച്ചത് 3 ലക്ഷം രൂപയുമാണ്. ആർ രാജീവ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജീവ്, ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഞെരുക്കത്തിൽ ജനങ്ങൾ വട്ടം തിരിയുമ്പോഴാണ് ഇപ്രകാരം വീണ്ടും ധൂർത്തുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഏതായാലും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ പോലും നൽകാൻ പണമില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, കാരുണ്യ പദ്ധതിക്ക് പണം നൽകാത്തതിനാൽ സ്വകാര്യ ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പോലീസ് ഉൾപ്പെടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവശ്യ വിഭാഗങ്ങളായിട്ട് പോലും പോലീസിന് സർക്കാർ പണം നൽകുന്നില്ല. ധനവകുപ്പിന് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതവണ DGP കത്ത് നൽകിയിട്ടും അനുഭാവപൂർവ്വമായൊരു സമീപനം ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇതിനെല്ലാം കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതായത് സാധാരണക്കാർക്ക് ആവശ്യം വേണ്ട എന്തിനും സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് തടസ്സം നിൽക്കുകയാണ് ധനവകുപ്പ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷേമ പെൻഷനുകൾ. ഏകദേശം 5 മാസമായി ക്ഷേമ പെൻഷനുകൾ നൽകുന്നില്ല. ഇതിനൊപ്പം തന്നെയാണ് ഈ കാരുണ്യ പദ്ധതി ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ്. അവിടെയും സ്വകാര്യ ആശുപത്രികൾക്കുൾപ്പെടെ പണം നൽകുന്നില്ല. അതുകൊണ്ട് സ്വകാര്യ ആശുപത്രികൾ ഈ പദ്ധതിയോട് ഇപ്പോൾ സഹകരിക്കാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിനിടെയാണ് ലോക കേരള സഭയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. 2 കോടി രൂപയാണ് ലോക കേരള സഭയ്ക്കായി നിലവിലിപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ലോക കേരള സഭ ജൂണിൽ നടത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനാണ് ഇപ്പോൾ 2 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 25 ലക്ഷം രൂപയാണ് ഈ താമസ സൗകര്യം ഒരുക്കുന്നവർ, അതായത് വിദേശത്തു നിന്നുൾപ്പെടെ എത്തുന്നവർക്ക് താമസ സൗകര്യത്തിനായി അനുവദിച്ചിരിക്കുന്നത് 25 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ ഭക്ഷണത്തിന് മാത്രം ചെലവഴിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നു. 5 ലക്ഷം രൂപയാണ് വിമാന ടിക്കറ്റിനായി നീക്കിവെച്ചിരിക്കുന്നത്. ഈ രീതിയിൽ വലിയൊരു ദൂർത്ത് തന്നെ ലോക കേരള സഭയുടെ മറവിൽ വീണ്ടും സർക്കാർ തുടരുകയാണ്. നേരത്തെയൊക്കെ ലോക കേരള സഭ സംഘടിപ്പിച്ചപ്പോഴും വലിയ രീതിയിലുള്ള ദൂർത്ത് കടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ശക്തമായിരുന്നു. പ്രതിപക്ഷം ലോക കേരള സഭയോട് കഴിഞ്ഞ 2 തവണയായി സഹകരിക്കുന്നില്ല. മാത്രമല്ല, ഈ ലോക കേരള സഭയുടെ ഭാഗമായി മേഖലാ സമ്മേളനങ്ങൾ കൂടി സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ സംസ്ഥാന സർക്കാർ. ഇതിന്റെ ഭാഗമായി വിദേശത്ത് മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാനാണ് നിലവിൽ സർക്കാരിന്റെ നീക്കം. നേരത്തെയും മേഖലാ സമ്മേളനങ്ങൾ ലോക കേരള സഭയുടെ ഭാഗമായി സർക്കാർ സംഘടിപ്പിച്ചിരുന്നു. ആദ്യം അമേരിക്കയിലും പിന്നീട് സൗദിയിലുമായിരുന്നു മേഖലാ സമ്മേളനങ്ങൾ സർക്കാർ സംഘടിപ്പിക്കാൻ ഒരുങ്ങിയത്. അതിൻ്റെ ഭാഗമായി അമേരിക്കയിൽ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. പിന്നീട് സൗദിയിൽ സംഘടിപ്പിക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിരുന്നില്ല. ഏതായാലും അത്തരമൊരു തീരുമാനത്തിലേക്ക് വീണ്ടും സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ആദ്യഘട്ടത്തിൽ ലോക കേരള സഭ ജൂണിൽ സംഘടിപ്പിക്കും. അതിനുശേഷം മേഖലാ സമ്മേളനങ്ങളിലേക്ക് കടക്കും. ഈ ലോക കേരള സഭ കൊണ്ട് എന്ത് പ്രയോജനമെന്ന ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. നേരത്തെ തന്നെ പ്രതിപക്ഷവും BJPയും ഒക്കെ മുന്നോട്ട് വെച്ചതും അക്കാര്യങ്ങൾ തന്നെയാണ്. ഈ ലോക കേരള സഭ കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളത്? സാധാരണക്കാരായ പ്രവാസികൾക്ക് എന്ത് പ്രയോജനം ലഭിച്ചു? ഏത് സാധാരണക്കാരായ പ്രവാസികളെയാണ് ലോക കേരള സഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന ചോദ്യം പലതവണ ഉന്നയിച്ചെങ്കിലും അതിനൊന്നും കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഇവിടെ എത്തി പ്രവാസികൾക്ക് വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന പലതവണയായി ലോക കേരള സഭയിൽ സർക്കാർ വ്യക്തമാക്കിയെങ്കിലും അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാൻ നിലവിൽ ഇതുവരെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിനൊക്കെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. കാരണം ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് സഭാംഗങ്ങളിൽ പ്രാമുഖ്യമുള്ളത് ആർക്കൊക്കെ എന്നുള്ളതാണ് പരിശോധനാ വിഷയം അടിയന്തരമായി ആക്കേണ്ടത് എന്നതുകൂടിയാണ്. കാരണം വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള ധനാഢ്യരായ ബിസിനസ്സുകാർ മാത്രമാണ് ഇപ്പോഴും ആ ലിസ്റ്റിൽ പ്രാമുഖ്യമായിട്ടുള്ളത്. തീർച്ചയായും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലോക കേരള സഭ സംഘടിപ്പിക്കുമ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യവും അതുതന്നെയാണ്. സാധാരണക്കാരായ ഏത് പ്രവാസികൾക്കാണ് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായിരിക്കുന്നത്? മാത്രമല്ല, അത്തരം പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ എന്ത് തീരുമാനമാണ് ലോക കേരള സഭയിൽ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം പ്രധാനമായും പലതവണ ഉയർന്നതാണ്. മാത്രമല്ല, ഈ 1ാം ലോക കേരള സഭ തൊട്ടിങ്ങോട്ട് ഇതിനായി വലിയൊരു ചെലവ്, കോടിക്കണക്കിന് രൂപയാണ് ഓരോ ലോക കേരള സഭയ്ക്കും ചെലവഴിക്കേണ്ടി വരുന്നത്. 3 മുതൽ 4 കോടി രൂപ വരെ ലോക കേരള സഭയ്ക്കായി ചെലവഴിക്കുന്നു. ആ പണം പ്രവാസികൾക്ക്, സാധാരണക്കാരായ പ്രവാസികൾക്ക് നേരിട്ട് നൽകിയാൽ അവർക്ക് എന്ത് പ്രയോജനമുണ്ടാകുമെന്ന ചോദ്യമൊക്കെ പല ഘട്ടങ്ങളിലായി ഉയർന്നിരുന്നു. മാത്രമല്ല, ശ്രീമതി മേരി ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ധനാഢ്യരായ ഒരു കൂട്ടം പ്രവാസികളെ വിളിച്ചിരുത്തി അവർക്കായി മാത്രം ഇത്തരത്തിൽ വിരുന്ന് സൽക്കാരം നടത്തുകയാണ് മുഖ്യമന്ത്രി എന്ന ആരോപണം നേരത്തെയും പ്രതിപക്ഷം പലതവണ മുന്നോട്ട് വെച്ചതാണ്. മാത്രമല്ല, രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ എന്തിനാണ് ഈ രീതിയിൽ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത് എന്ന ചോദ്യവും ഉയർന്നിരുന്നു. അതിനൊന്നും സർക്കാർ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. മാത്രമല്ല, നിയമസഭ
നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ അതിനും കൃത്യമായ മറുപടി ഇതുവരെ നൽകാത്തൊരു സാഹചര്യമാണ്. അവിടെ പ്രധാനമായി വരുന്ന ചോദ്യം ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായ പ്രവാസികൾക്ക് എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞു, മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനങ്ങൾ ഏതൊക്കെ നടപ്പാക്കാൻ കഴിഞ്ഞു, ഏതൊക്കെ നടപ്പാക്കി എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അതിനൊക്കെ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ചെയ്യുന്നത്. പക്ഷേ ഓരോ തവണയും ലോക കേരള സഭയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. നേരത്തെയും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ നിലനിൽക്കുമ്പോഴും ലോക കേരള സഭ സംഘടിപ്പിക്കുമെന്ന വാർത്ത ജനം ടി വി ആയിരുന്നു പുറത്തുവിട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ ഏതായാലും കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. 2 കോടി രൂപ ആദ്യഘട്ടമായി അനുവദിച്ചിരിക്കുന്നു. ഒരുപക്ഷെ വരും മാസങ്ങളിൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് പണം അനുവദിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം നോർക്കയാണ് ഇതുമായി ബന്ധപ്പെട്ട് പണം നൽകേണ്ടത്. ഏതായാലും ധനവകുപ്പ് നോർക്കയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് 2 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. അതിൽ തന്നെ ചെലവുകൾ പരിശോധിക്കുമ്പോഴാണ് താമസ സൗകര്യത്തിനായി മാത്രം 25 ലക്ഷം രൂപയും വിമാന ടിക്കറ്റിനായി 5 ലക്ഷം രൂപയും ഒക്കെയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ രീതിയിലുള്ള ചെലവുകൾക്ക് മാത്രം 1 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. മറ്റു ചെലവുകൾക്കായി വീണ്ടും 1 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. മാത്രമല്ല വരും ആഴ്ചകളിൽ തന്നെ വീണ്ടും ഉത്തരവിറക്കിക്കൊണ്ട് കൂടുതൽ തുക ഇതിനായി മാറ്റിവെക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊക്കെ സാധാരണക്കാരായ പ്രവാസികൾക്ക് എന്ത് ചോദ്യം എന്ന് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. പക്ഷേ അതിന് സർക്കാർ മറുപടി നൽകുന്നില്ല. അതേസമയം തന്നെയാണ് ആഭ്യന്തര ആരോഗ്യ വകുപ്പുകളിലെ അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും പണം നിഷേധിക്കുന്ന സഹായം നിഷേധിക്കുന്ന ധനവകുപ്പിന് ഈ ലോക കേരള സഭയൊക്കെ സംഘടിപ്പിക്കാൻ മാത്രമായി പെട്ടെന്ന് എങ്ങനെയാണ് ഖജനാവിൽ ഇത്ര പണം പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ള ചോദ്യം കൂടിയാണ് വരുന്നത്. പ്രധാനമായും ദൂർത്തിന് എവിടെ നിന്നെങ്കിലും പണം കണ്ടെത്തുക എന്നത് തന്നെയാണ് ധനവകുപ്പിന് മുന്നിലുള്ള പോംവഴി. കാരണം മുഖ്യമന്ത്രി നേരിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ധനവകുപ്പ് എത്രയും വേഗം പണം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. നമുക്കറിയാം, വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നത്. അതിന്റെ കണക്കുകൾ ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. 100 കോടി രൂപയ്ക്കടുത്തെങ്കിലും നവകേരള സദസ്സിനായി ചെലവഴിച്ചിട്ടുണ്ടാകും എന്നാണ് ഏകദേശ കണക്ക്. ഇപ്പോഴും നമ്മൾ നിയമസഭാ രേഖകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിയമസഭാ രേഖകളിലുണ്ട്. പക്ഷേ അതിനൊന്നും ഇതുവരെ മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടില്ല. സാധാരണ രീതിയിൽ നിയമസഭയിൽ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ തൊട്ടു പിന്നാലെ ചിലപ്പോൾ 1-2 ആഴ്ച കഴിയുമ്പോൾ അതിന് മറുപടികൾ നൽകാറുണ്ട്. ഇതിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടോ ഒക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് മുഖ്യമന്ത്രിയും വിവിധ വകുപ്പ് മന്ത്രിമാരും ഒക്കെ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയോട് മാത്രമല്ല നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നത്, ധനവകുപ്പ് മന്ത്രിയോടും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ധനവകുപ്പ് മന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല നവകേരള സദസ്സ് മാത്രമല്ല കേരളീയം പരിപാടി സംഘടിപ്പിക്കുന്നു, മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നു. ഇതിനൊക്കെ അപ്പോൾ തന്നെ പണം അനുവദിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെയാണ് ഈ ക്ഷേമ പെൻഷനുകൾ നൽകാൻ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ക്ഷേമ പെൻഷനെയാണ്. മാത്രമല്ല ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പറഞ്ഞിരുന്നത് ഒരു കാരണവശാലും ക്ഷേമ പെൻഷനുകൾ മുടങ്ങില്ല എന്നായിരുന്നു. പക്ഷേ ആ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ 6 മാസമായി മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് വേണ്ടി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് അവിടെ നിന്നും 2000 കോടി വായ്പ എടുക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. എന്നാൽ സഹകരണ ബാങ്കുകൾ അതിനോട് സഹകരിച്ചില്ല. 835 കോടി രൂപ മാത്രമാണ് ആ രീതിയിൽ സമാഹരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ പണം നൽകുന്നതിന് തടസ്സമെന്ന് ധനവകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ കാരുണ്യ പദ്ധതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാരുണ്യ പദ്ധതി ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒന്നാണ്. സ്വകാര്യ ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ സൗജന്യമായി ചികിത്സ നൽകുന്ന ആ പദ്ധതിയും ഇപ്പോൾ പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണെന്ന് നേരത്തെ തന്നെ സ്വകാര്യ ആശുപത്രികൾ വ്യക്തമാക്കിയതാണ്. പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യം സ്വകാര്യ ആശുപത്രികൾ മുന്നോട്ട് വെച്ചിരുന്നു. 1500 കോടി രൂപയ്ക്കടുത്താണ് സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കുമായി കാരുണ്യ പദ്ധതി വഴി ചികിത്സ നൽകിയതിൻ്റെ സർക്കാർ നൽകാനുള്ളത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതികേട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ പോലീസ് സേനയാണ്. പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിന് പോലും പണമില്ല. തമിഴ്നാട്ടിൽ ചെന്ന് ഇന്ധനം നിറയ്ക്കാൻ പണമില്ലാതെ പോലീസ് വാഹനങ്ങൾ അവിടെ കുടുങ്ങിയ സാഹചര്യം പോലും ഉണ്ടായി. ഒടുവിൽ ഗതികെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ വിളിച്ച് അത് വാർത്തയായതിനു ശേഷമാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് അവർക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള പണം നൽകിയത്. മാത്രമല്ല ഇപ്പോഴും അവരുടെ ടിഎയും ഡിഎയും ഒന്നും നൽകിയിട്ടില്ല. സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്ത് തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോകേണ്ട ഗതികേട് പോലും സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്കുണ്ടായി. തുടരുക. ഇപ്പോൾ ശ്രീ കെ മുരളീധരൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുരളീധരൻ, ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ധൂർത്ത്, അതാണ് ഞങ്ങളുടെ റിപ്പോർട്ട്. ഈ ലോക കേരള സഭയ്ക്ക് മാത്രമായി 2 കോടി രൂപയാണ് ഇപ്പോൾ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഒരു വശത്ത്, ഇനി അടിയന്തര ആവശ്യങ്ങൾക്ക് ആരോഗ്യ ആഭ്യന്തര വകുപ്പുകൾക്ക് പോലും പണമില്ല എന്ന് കൈമലർത്തുന്ന ധനവകുപ്പാണ് ലോക കേരള സഭയ്ക്കായി പണം നീക്കിവച്ചിരിക്കുന്നത്. ഇവിടെ ഈ ലോക കേരള സഭ നടത്തിയിട്ട് എന്ത് മെച്ചമുണ്ടായെന്ന് ഇതുവരെ സർക്കാർ പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് നടത്തിയ ലോക കേരള സഭയിൽ വന്നിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നുപോലും നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ധൂർത്ത് നടത്തിയിട്ട് എന്താ കാര്യം? ഒന്ന്, ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്ന് അതിന്റെ റിസൾട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ.
റിസൾട്ട് വന്ന് കേന്ദ്രത്തിൽ വരുന്ന മാറ്റങ്ങളും എല്ലാം ഇതിന്റെ ഈ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ ഇത്രയും കാലം ഇത്രയും ലോക കേരള സഭ നടത്തിയിട്ട് പോലും ആ യോഗങ്ങളിൽ വന്ന ഒരു നിർദ്ദേശം പോലും നടപ്പാക്കാൻ കഴിയാത്തവരെ ഈ കടുത്ത സാമ്പത്തിക പ്രയാസത്തിനിടയിൽ ഇത് ഇത്തവണ നടത്തേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങൾ പ്രതിപക്ഷം മുമ്പ് തന്നെ ഇവരുടെ ലോക കേരള സഭ ബഹിഷ്കരിച്ചതാണ്. ഇതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയത്തില്ല. ഇത്രയും സഭ നടത്തിയിട്ട് ഒരു ഉപകാരവും ഗൾഫിലോ വിദേശത്തുള്ള മലയാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ദൂർത്ത് അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് പറയാം. തീർച്ചയായും ശ്രീ മുരളീധരൻ, താങ്കൾ ഉൾപ്പെടുന്ന പ്രതിപക്ഷം കഴിഞ്ഞ 2 തവണയും ലോക കേരള സഭ ബഹിഷ്കരിച്ചിരുന്നു. ഇത്തവണയും അപ്രകാരം തന്നെയാണെന്ന് ഇപ്പോൾ താങ്കളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി. ഇനി ഈ കഴിഞ്ഞ 3 ലോക കേരള സഭയുടെ കാര്യം എടുത്താലും അവിടെ തീരുമാനങ്ങളൊക്കെ ഇപ്പോഴും കോൾഡ് സ്റ്റോറേജിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി പ്രവാസികളുടെ പണം ഉപയോഗിച്ചുള്ള വികസന പദ്ധതികൾ എന്നൊക്കെയാണ് സർക്കാർ ജനങ്ങളെ മോഹിപ്പിച്ചിരുന്നത്. ഇല്ല, ഇപ്പൊ കിറ്റ് തന്നെ കൂട്ടാൻ പോവല്ലേ. ഈ ബൈബിളിലൊന്നും പറഞ്ഞില്ലല്ലോ, ഏറ്റവും വലിയ നേട്ടമായിട്ട് കൊട്ടിഘോഷിച്ച കിഫ്ബി വരും സാമ്പത്തിക പ്രയാസത്തിൽ അടച്ചുപൂട്ടാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ ലോക കേരള സഭ നടത്തേണ്ട ഒരു കാര്യമില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ മുരളീധരൻ പ്രതികരിച്ചതിന്. കെ മുരളീധരൻ MP ആണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. രാജീവ്, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇത്തവണയും ഈ ലോക കേരള സഭ ബഹിഷ്കരിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. ഏതായാലും കഴിഞ്ഞ 2 തവണയായി പ്രതിപക്ഷം ലോക കേരള സഭ ബഹിഷ്കരിക്കുന്നുണ്ട്. അതേസമയം തന്നെ 2 തവണ ഈ ലോക കേരള സഭയിൽ പ്രതിപക്ഷം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ക്ഷമിക്കണം, 1 തവണ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആദ്യ ലോക കേരള സഭയുടെ സമ്മേളനത്തിലാണ് പ്രതിപക്ഷവും പങ്കെടുത്തത്. പിന്നീട് ഈ ദൂർത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോക കേരള സഭ ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയായിരുന്നു. എന്തായാലും അന്ന് പ്രതിപക്ഷം സ്വന്തം നിലയ്ക്കൊന്നുമല്ല ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള മാധ്യമ വാർത്തകൾ വന്നിരുന്നു. മാത്രമല്ല അന്ന് ഭക്ഷണത്തിന് ചിലവായ തുകയുടെ കണക്കുകൾ പോലും പുറത്തു വന്നിരുന്നു. പക്ഷേ അതിലും അന്ന് പ്രതിപക്ഷം പങ്കാളിയായിരുന്നു. ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു.